ഓം ഓം ശ്രീ മുരുകായ നമഃ. നമസ്തേ, അനുഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പഴനിമലയിൽ വെച്ച് ഒരു കുടുംബത്തിന് മുരുകഭഗവാന്റെ അനുഗ്രഹമുണ്ടായ ഒരു സംഭവം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും താല്പര്യത്തോടെ കേൾക്കുമെന്ന് വിചാരിക്കുന്നു. ബാംഗ്ലൂരിലുള്ള വിമലേൻ്റെ അവരാണ് ആ അനുഭവത്തിൽ എനിക്ക് പറഞ്ഞു തന്നത്. അതിവിടെ ഞാൻ പറയാൻ പോകുകയാണ്. അവർ വർഷങ്ങൾക്ക് മുമ്പ് പഴനിമലയിൽ വെച്ചുണ്ടായ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. പണ്ട് തൊട്ടേ അവർ വളരെയധികം ഭക്തരായ ഒരു കുടുംബമാണ്. എല്ലാ ദൈവങ്ങളെയും ഭക്തിയോടെ പ്രാർത്ഥിക്കുമെങ്കിലും മുരുക ഭഗവാനെ കൂടുതലായിട്ട്, പഴനിമല ആണ്ടവനെ കൂടുതലായിട്ട് ഭജിക്കുകയും ഇടയ്ക്കിടെ അവരുടെ കുടുംബം മുൻപൊക്കെ പഴനിമല പോവുകയും ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു. ഒരിക്കൽ ഈ ആൻറ്റി, വിമല എന്ന ആൻറ്റിയും ആൻറ്റിയുടെ ഭർത്താവ് സൈനികനാണ്, മക്കളും സൈനികരാണ്. അവരും അവരുടെ സഹോദരങ്ങൾ, ആൻറ്റിയുടെ സഹോദരങ്ങളും എല്ലാവരും ചേർന്ന് പഴനിമലയിലേക്ക് എത്തി. അപ്പോൾ പഴനിയിലെത്തിയ ഉടനെ മല കയറാനുള്ള ബുദ്ധിമുട്ട് കുറേ പേർക്കുണ്ട്. പടി കയറാൻ അവർക്കുള്ള പ്രയാസം കാരണം അവർ കുറച്ച് പേർ മഞ്ചലിൽ കയറുകയും ബാക്കിയുള്ളവർ നടന്ന് കയറുകയും ചെയ്തു. നടന്ന് കയറിയവർ മലയിലെത്തിയ ഉടനെ ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു. അവർ വേഗം വരിയിലേക്ക് കയറി നിന്നു. വരി നീങ്ങി കുറേ നേരം കഴിഞ്ഞു. വരി നീങ്ങി മുരുകഭഗവാൻ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക്, പ്രവേശന കവാടത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടും മഞ്ചലിൽ കയറിയവരെത്തിച്ചേർന്നില്ല. അവരെ കൂടാതെ കയറിയാൽ വളരെ തിരക്കുള്ള ഈ അവസ്ഥയിൽ വേർപെട്ട് അവരെ കാണാതാവാൻ സാധ്യതയുണ്ട്. അതും അന്യദേശത്തല്ലേ, തമിഴ് സംസാരിക്കുന്ന പ്രദേശത്ത് എല്ലാവർക്കും അത് അറിയണമെന്നില്ലല്ലോ. അപ്പോൾ പിന്നെ അവരെ തിരഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവണമെന്ന് വിചാരിച്ചു. ഇവർ വരിയിൽ നിന്ന് മാറി. അതായത് വല്ലാതെ നിവൃത്തിയില്ല, വരിയിൽ കയറാതെ അവർ വരിയിൽ നിന്ന് അവിടെ എത്തിച്ചേർന്ന സമയം തന്നെ അവർ മാറി നിന്നു. കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ആണ് അവരെത്തിച്ചേർന്നത്. അപ്പോഴേക്കും തിരക്ക് കൂടി വരി വളരെയധികം നീണ്ടുപോയി കഴിഞ്ഞിരുന്നു. ഇനിയും വരിയിൽ നിന്നാൽ അവർക്ക് അതോട് വളരെ വിഷമമുണ്ടാകും. പോകാനുള്ള സമയത്തിൻ്റെതും എല്ലാം ആലോചിച്ചിട്ട് അവർ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് വാ വരൂ, എൻ്റെ കൂടെ വരൂ, ഞാൻ കയറാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടോണ്ട് അവർക്ക് വേറെ ഒരു ആശ്രയം കിട്ടിയാലും നമ്മൾ പെട്ടെന്ന് വേറെ ഒന്നും ആലോചിക്കാതെ വേഗം അങ്ങനെ പോകാനാണല്ലോ ശ്രമിക്കുക. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയെന്നുള്ള അർത്ഥത്തിൽ അവർ വേഗം അവരുടെ എല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകാൻ ശ്രമിച്ചപ്പോൾ സൈനികനായ ഭർത്താവ് പറഞ്ഞു, വേണ്ട, പോകണ്ട, ഇവർ ഇങ്ങനെ തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ വളരെ പല തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. പണം തട്ടാൻ വേണ്ടി അവരിങ്ങനെ ഭക്തരെ പറ്റിക്കുന്ന കുറേ ആളുകളുണ്ട്, അതുകൊണ്ടിങ്ങനെ പോകണ്ടെന്ന് സൈനികനായ ഭർത്താവ് തടഞ്ഞു. അപ്പോഴും അവർക്ക്, ബാക്കിയുള്ളവർക്കെല്ലാം എന്തോ ഒരു ആകർഷണ ശക്തി പോലെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി. അപ്പോൾ പിന്നെ എല്ലാവരും പോകേണ്ടി വന്നു. അങ്ങനെ അവരെ ഒരു ക്യൂവിലും വരികളിലും ഒന്നും നിൽക്കാതെ തന്നെ ഉള്ളിലേക്ക് പോയി ശ്രീകോവിലിൻ്റെ അടുത്ത് ഭഗവാനെ നേരിട്ട് തൊട്ടടുത്ത് നിന്ന് തന്നെ കാണുന്ന വിധത്തിൽ അവരെ തൊഴാൻ സഹായിച്ചു. പിന്നീട് പ്രസാദം വാങ്ങാനും എന്തൊക്കെ അവിടെ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യാൻ എല്ലാവരെയും അദ്ദേഹം സഹായിച്ചു. എന്താണ് അങ്ങനെ എല്ലാവർക്കും ഒരു ഉൾവിളി പോലെ ആയിരുന്നു എല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ പോയത്. അല്ലാതെ നമ്മൾ അങ്ങനെ പരിചയമില്ലാത്ത കൂടെ എന്തുദ്ദേശമാണ് ആൾക്കെന്ന് അറിയില്ലല്ലോ. എല്ലാവരും തൊഴുതു, എല്ലാം കഴിഞ്ഞ് ഒരു നന്ദി പറയാനോ എല്ലാം വേണ്ടിയിട്ട് അദ്ദേഹത്തെ തിരയുമ്പോൾ അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. എല്ലാവരും വളരെയധികം നോക്കി. തിരക്കിന് ഇടയിൽ അദ്ദേഹം എവിടെയോ പോയി മറഞ്ഞു. എല്ലാവരും പരസ്പരം ചോദിച്ചു, ആരാണ് ഇത്രയും തിരക്കുള്ള ഈ സമയത്ത് നമ്മളെ സഹായിക്കാനും നമ്മളെ തൊഴാൻ സഹായിക്കാനും നമ്മളെ ഒക്കെ പ്രസാദം വാങ്ങാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സഹായിക്കുകയും ഒരു പണവും വാങ്ങാതെ എവിടെയോ തിരക്കിനിടയിൽ പോയി മറിഞ്ഞ ആൾ അദ്ദേഹം ആരാണ്? അപ്പോഴവർ ആലോചിച്ചു, വേറെ ആരുമല്ല, തിരക്കിനിടയിൽ നമ്മളെ ഇത്രയും സഹായിക്കാൻ വേറെ ആർക്കും ഇവിടെ കഴിയില്ല. അത് സാക്ഷാൽ ഭഗവാൻ തന്നെ, മുരുക ഭഗവാൻ തന്നെ. എല്ലാവരെയും കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ എന്നാലും അവർ തിരഞ്ഞുകൊണ്ടിരുന്നു, കാണാൻ പറ്റിയില്ല. പിന്നീട് അവർക്ക് കാണാനേ പറ്റിയില്ല. അങ്ങനെയാണ് നിഷ്കളങ്ക ഭക്തരെ ഒരു ദൈവവും കൈവിടില്ല.
ഏതെങ്കിലും രൂപത്തിൽ വന്ന് ഭക്തരെ സഹായിക്കും. അത് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ യഥാർത്ഥ ഭക്തരായിത്തീരണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം ശ്രീ വഴിയാണ്ടവനേ ശരണം.